എല്ലാവർക്കും നമസ്കാരം. കൈവല്യ വ്യൂഷൻ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു പുണ്യദിനം കൂടിയാണ്, ദീപാവലി. ദീപാവലിയെക്കുറിച്ച് അനേകം ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. നരകാസുരനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കഥയും പിന്നെ അതുപോലെ ശ്രീരാമനുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടുള്ള കഥയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തായാലും ഇന്ന് ആ ദീപങ്ങളെന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. നമ്മൾ നേരത്തെയുള്ള ചില ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ, അതായത് ഒരു ദീപം കത്തിച്ചു വെക്കുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വർണ്ണിച്ചിരുന്നു. എന്തായാലും എല്ലാവരും ഇന്ന് ഒരു ചരാതെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എത്രയോ ആണോ അത്രയും മൺചരാതുകൾ എണ്ണ ഒഴിച്ച് കത്തിച്ച് വീട് ഐശ്വര്യപ്രദമാക്കി ലക്ഷ്മി ദേവിയെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തുക. ജ്യേഷ്ഠാ ഭഗവതിയെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കുക എന്നുള്ള ഒരു കർമ്മം. ആ ഐശ്വര്യങ്ങളെല്ലാം ഈ ദീപാവലി ദിനത്തിൽ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് 15ാമത്തെ ദശകം പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. കപിലോപദേശം. അതും നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ദീപാവലി ദിനത്തിൽ തന്നെ നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒക്കെ എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. ഗുരുവായൂരപ്പൻ നമ്മളൊന്നും തീരുമാനിക്കുന്ന പോലെ ഒരു കാര്യവും, ചില കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല. അതിന് ഈശ്വരൻ കൂടെ അനുഗ്രഹം വേണം. അപ്പോൾ ആ ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി ഈ കൈവല്യ വ്യൂഷൻ ചാനൽ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ദീപാവലി ആശംസകൾ. അതുപോലെ തന്നെ പറയാൻ ഉള്ളത്, ഈ ദീപാവലി സമയത്തും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകി തുടച്ചിട്ട് വേണം പടക്കം പൊട്ടിക്കാൻ. അതുപോലെ തന്നെ പടക്കങ്ങളും പട്ടാസുകളും ഒക്കെ പൊട്ടിക്കുമ്പോൾ എല്ലാവരും വളരെ സൂക്ഷിക്കണം. സാനിറ്റൈസർ നേരത്തെ പറഞ്ഞു, സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കൈ കഴുകണം. ഞാൻ പറഞ്ഞത് പടക്കം പൊട്ടിച്ചതിന് ശേഷം സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകി, അതുപോലെ തന്നെ മാസ്ക് വെച്ചുകൊണ്ട് വേണം പടക്കമൊക്കെ പൊട്ടിക്കാൻ. സോഷ്യൽ ഡിസ്റ്റൻസിങ് അതൊക്കെ എല്ലാവരും ഈ ദീപാവലി സമയത്ത് ശീലിക്കണം. അതുപോലെ തന്നെ ഈ ലോകത്ത് ഈ ഏത് ദിക്കിലാണെങ്കിലും ഈ കൊറോണ എന്ന മഹാമാരി നമ്മുടെ ഈ ലോകത്തു നിന്ന് തന്നെ മാറിപ്പോകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി വേണം ഇപ്രാവശ്യത്തെ ദീപാവലി എല്ലാവരും വിളക്ക് തെളിയിച്ച് കത്തിക്കുവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥന എല്ലാവരും, കാരണം ഈ മഹാമാരി ഈ നമ്മുടെ ലോകത്ത് നിന്ന് മുഴുവനായിട്ട് തുടച്ചു നീക്കിയാലേ നമുക്ക് മനസമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യുള്ളൂ. ആ ഈശ്വരനോട് നമുക്കും പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള മഹാമാരികളൊക്കെ ഈ ലോകത്തു നിന്നും തുടച്ചു മാറ്റി ഞങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കണമെന്ന് അതിനുവേണ്ടി ഒരു ദീപം കത്തിച്ച് വീട് മുഴുവൻ ഐശ്വര്യപ്രദമാക്കി ആ ലക്ഷ്മി ഭഗവതിയെ വീട്ടിലേക്ക് വിളിച്ചു നിർത്തി ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ പാരായണത്തിലേക്ക് കടക്കുകയാണ്. 15ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കുജേൻ വേണം ശ്യാമളോയം കുമാരകാവേദവിദ്യം പരം ബ്രഹ്മ ഭാസുതാം ഗുരോ നമ. ശ്രീകൃഷ്ണ
ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണീയ സഹസ്രം 158-ാമത്തെ ദിവസം. നമ്മൾ 15-ാമത്തെ ദശകം 10-ാമത്തെ ശ്ലോകം പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. പരമതിമുബഹുക്ത്യാ തുൽപദാംഭോജഭക്തിം സകലഭയവിനേത്രിം സർവകാമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ തുയ്യുപാധത്സ്വഭക്തിം. പരമതിമുബഹുക്ത്യാ ത്വൽപദാംഭോജഭക്തി സകലഭയവിനേത്രിം സർവകാമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ തുയ്യുപാധത്സ്വഭക്തിം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പനോട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങളൊക്കെ മാറ്റി ഗുരുവായൂരപ്പനെ കുറിച്ച് ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ദീപാവലി ദിനത്തിൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്കൊക്കെ ദീപാവലി ദിനത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും നിങ്ങളുടെ ഒപ്പം ഒന്ന് ഗുരുവായൂരപ്പൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, അതുപോലെ ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് ഈ ദീപാവലി ദിനത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങളെ അനുഗ്രഹിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ദീപാവലി ദിനത്തിൽ അങ്ങനെയാവട്ടെ നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് എന്നുകൂടി ഒരു പ്രാർത്ഥന. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ദീപാവലി നമുക്കറിയാം ആഹ്ലാദത്തിൻ്റെ ഒരു ഉത്സവമാണ്. കൊറോണയിൽ നമ്മൾ ആഹ്ലാദം മറച്ചു വയ്ക്കേണ്ട. ഏതായാലും ഭഗവാന്മാരുടെ പേരിലുള്ള ഉത്സവങ്ങളാണല്ലോ. അത് നമ്മളെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൊണ്ടാടുക. അത് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ കൈ കഴുകാനും അതുപോലെ മാസ്ക് ഇടാനും മറക്കരുത്. നമ്മുടെ ഉള്ളിലേക്ക് ഈ പടക്കങ്ങളുടെയൊക്കെ പുക അകത്തേക്ക് ചെല്ലണ്ട. മാസ്ക് ഇട്ടുകൊണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച്, പ്രത്യേകിച്ച് എല്ലാവരും ദീപാവലി സന്ധ്യകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ചിരാതുകളൊക്കെ വെച്ച് ദീപാലങ്കൃതമാക്കുക. കൊറോണയെ അകറ്റാൻ വേണ്ടി നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തതാണ്. അത് തന്നെ നമ്മളിപ്പോഴും ചെയ്യുക. ഇതിനൊരു ദൈവിക സങ്കല്പം കൂടി കൊടുക്കുക. നമുക്കറിയാമല്ലോ ദീപാവലിയുടെ ഐതിഹ്യമൊന്നും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ ദീപങ്ങളുടെ ആവലി നിങ്ങളെല്ലാവരും വീട്ടിലും ഇനിയുള്ള ജീവിതത്തിലും പ്രകാശത്തിൻ്റെ ഒരു ആവലി ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീകൃഷ്ണ. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്ന കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണ നമസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. ദശകം 15-ന്റെ സമർപ്പണ ശ്ലോകം. ഇതാ എല്ലാ ഉപദേശങ്ങളും സമർപ്പിച്ച് പ്രാഗുദീച്യാം ഉദീചി ദിക്കിലേക്ക്, വടക്ക് കിഴക്ക് ദിക്കിലേക്കായിട്ട് കപില മഹർഷി യാത്രയായി എന്നുള്ളത് അവിടെ പറഞ്ഞ് സമർപ്പിച്ചു. ഇനി സമർപ്പണ ശ്ലോകമാണ്. തൻ്റെ പ്രാർത്ഥനയാണ് ഇനി.
അപ്പോൾ കപില മഹർഷി എന്തൊക്കെയാണോ ഉപദേശിച്ചത് അതെല്ലാം ആസ്തേ യോഗം സമാസ്ഥായ, ആ യോഗത്തെ മുഴുവൻ സ്വന്തം ജീവിതത്തിൽ സ്ഥാപിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ഇന്നും കപില മഹർഷി വർത്തിക്കുന്നു എന്നാണ് മൈത്രേയ മഹർഷി തൃതീയ സ്കന്ധം സമർപ്പിക്കുന്നത്. ഇവിടെ ഭട്ടതിരിപ്പാടും ദേവഹൂതി വേണ്ട വിധത്തിൽ സുവിദിത വേദ്യാം എന്നാണ് പ്രയോഗിച്ചത്. വേണ്ടത് അറിയേണ്ടത് ഏതാണോ അത് വേണ്ട രീതിയിൽ അവർ ദേവഹൂതി ദേവി അറിഞ്ഞു എന്നുള്ളത് പറയണം. അപ്പോൾ ആ ദേവഹൂതി ദേവിയുടെ ആഗ്രഹ സഫലീകരണം, അമ്മയ്ക്ക് ജ്ഞാനത്തിൻ്റെ മാധുര്യം പകർന്നു കൊടുക്കുകയാണ് ഭഗവാന്റെ ഉദ്ദേശം. അമ്മ ആ മാധുര്യം ശരിയായിട്ടുള്ള രീതിയിൽ നുകർന്നു കഴിഞ്ഞു, അതിനെ മനസ്സിലാക്കി എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ അവിടുന്ന് യാത്രയായി. അപ്പോൾ വൈരാഗ്യം എന്നുള്ളതിൻ്റെ ആസ്ഥായ എന്ന് മൈത്രേയ മഹർഷി തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞതാണ്. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും പറയൽ മാത്രം പോരാ, ഇതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ആസ്ഥായ സ്ഥാപിക്കണം. അപ്പോൾ ത്രയാണാം ഉപലോകാനാം ഉപശാന്തി സമാഹിത, അത് ഇന്നലെ പറഞ്ഞല്ലോ, ജനഹിതാർത്ഥം എന്ന് ഭട്ടതിരിപ്പാട് പറയലുണ്ടായി. അപ്പോൾ ആദ്യം സത്സംഗത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു, പിന്നീട് സത്സംഗത്തിലൂടെ തന്നെ ഭയത്തെ നിവാരണം ചെയ്യാനുള്ള മാർഗം പറഞ്ഞു. സർവഭയ നിവാരിണിയാണ് ഭക്തി എന്ന് ഭട്ടതിരിപ്പാട് പറയലുണ്ടായി. പിന്നീട് സാഖ്യയോഗം, പ്രകൃതി പുരുഷ വിവേചനം വളരെ മനോഹരമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ കപില ഭഗവാന്റെ വലിയ വലിയ വാക്കുകളെ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് ജ്ഞാനയോഗം അമ്മയ്ക്കൊരു അധ്യായത്തിൽ ഉപദേശിച്ചതും ഇവിടെ പറയലുണ്ടായി. അതിനുശേഷം എങ്ങനെ ഭഗവാന്റെ രൂപമാധുര്യം നുകരാം എന്ന് അഷ്ടാംഗ യോഗ ധ്യാനത്തിലൂടെ ഉപദേശിച്ചു. പിന്നീട് ഭക്തിയുടെ വിവിധ കാറ്റഗറി അവിടെ പറഞ്ഞു. കപിലോപദേശത്തിൽ ഭാഗവതത്തിൽ പിന്നീട് വർണ്ണാശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭട്ടതിരിപ്പാട് അതിലേക്കൊന്നും കിടന്നിട്ടില്ല. വർണ്ണാശ്രമം പറയുമ്പോൾ അവിടെ ഭഗവാൻ പറയുന്നു, ബ്രാഹ്മണനാണ് ഉത്തമൻ, ആ ബ്രാഹ്മണന്മാരിൽ വേദജ്ഞനാണ് ഉത്തമൻ, വേദജ്ഞന്മാരിൽ അർത്ഥമറിയുന്നവനാണ് ഉത്തമൻ, അർത്ഥമറിയുന്നവരിൽ സംശയം തീർക്കാൻ ശേഷിയുള്ളവനാണ് അതിലും ഉത്തമൻ, ഇവരിലൊക്കെ ഉത്തമൻ വേദത്തിൽ പറഞ്ഞത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവനാണ് എന്ന് ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നുണ്ട്. ബ്രാഹ്മണൻ എന്നർത്ഥം. അപ്പോൾ എന്ത് ഈ ബ്രാഹ്മണൻ ഉത്തമനാണെന്ന് പറയാൻ കാരണം 4 വർണ്ണങ്ങളിൽ ബ്രാഹ്മണൻ്റെ ഉത്തമത്വം മറ്റൊന്നുമല്ല, ബ്രാഹ്മണ്യം തന്നെയാണ്. എന്നുവെച്ചാൽ മറ്റുള്ള എല്ലാ ആളുകളെയും ഒരേപോലെ കാണാൻ സാധിക്കലാണ് ബ്രാഹ്മണൻ്റെ മേന്മ. അപ്പോൾ ഉത്തമ ബ്രാഹ്മണനായാൽ ഉത്തമനായി എന്ന് പറയുന്നതിൻ്റെ കാരണം ആ ജീവാത്മാവിന് ചാൻസ് അധികമാണ് ബ്രാഹ്മണനാകുമ്പോൾ. കാരണം ബ്രാഹ്മണൻ പൂജാരിയാണ്, പൂജ ചെയ്യുന്നവനാണ്. അപ്പോൾ ബ്രാഹ്മണ ശരീരത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം മോക്ഷത്തിൻ്റെ ഏറ്റവും അരികിലാണ്. മറ്റുള്ള 3 വിഭാഗമായാലും അവർ ഭൗതികതയുമായിട്ട് ഏറ്റവും അധികം യോജിച്ച് നിൽക്കുന്നവരാണ്. അത് ക്ഷത്രിയൻ, വാനപ്രസ്ഥൻ, സന്യാസി. സന്യാസി എന്നൊക്കെ പറയുമെങ്കിലും ആ സന്യാസി പദത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ബ്രാഹ്മണൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബാക്കി എല്ലാവരും ഭൗതികതയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. എങ്കിൽ ബ്രാഹ്മണൻ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ബ്രാഹ്മണ്യം എന്നുള്ളത് ജീവാത്മാവിന് നല്ല ചാൻസാണെന്നുള്ള ഉത്തരം. അല്ലാണ്ട് ഈ 4 പേരിൽ ഉത്തമൻ ബ്രാഹ്മണനാണെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ജീവാത്മാവിന് ബ്രാഹ്മണൻ്റെ ജന്മം കിട്ടിയാൽ അത് സാർത്ഥകമായി എന്നർത്ഥം. പക്ഷേ ആ ബ്രാഹ്മണ്യമനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രം. കാരണം പൂജാവിഭാഗമാണ്. കേവലം ആധ്യാത്മിക ചിന്തയിലൂടെ മാത്രം ജീവിക്കേണ്ടവനാണ് ബ്രാഹ്മണൻ, വൈദിക ചിന്തയിലൂടെ മാത്രം ജീവിക്കേണ്ടവനാണ് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അതൊക്കെ പറഞ്ഞത്. അത് ഭട്ടതിരിപ്പാട് ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു വിഷയമാണ്. അപ്പം പല തരത്തിലുള്ള വിഭാഗങ്ങളെ അവിടെ എടുത്തു പറഞ്ഞ്, ഞാൻ ഇന്നലെ പറയുന്നത് ഈ കർമ്മയോഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന്. കർമ്മയോഗം അങ്ങനെ പ്രസ്താവിച്ചിട്ടില്ല. കാരണം ഒന്നാമത് അമ്മയ്ക്കാണ് ഉപദേശം. അമ്മയുടെ ആ നിയോഗം, അമ്മയ്ക്ക് സന്യസിക്കലാണ് നിയോഗം. അപ്പോൾ സന്യാസ നിയോഗത്തിലിരിക്കുന്ന ആളോട് കർമ്മയോഗത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്.
അത് ബോധ്യമുള്ള ഭഗവാൻ കർമ്മയോഗത്തിൻ്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഉപദേശങ്ങളിൽ പറഞ്ഞിട്ടില്ല കപില മഹർഷി. അപ്പോൾ ഏതമ്മയ്ക്കും എന്നുള്ളത് ഞാൻ ഇന്നലെ പറയുന്നുണ്ടായി. സ്ത്രീത്വം, മാതൃത്വം, സ്വാഭാവികമായിട്ടുള്ള വാത്സല്യം എന്നുള്ളത് അതിൻ്റെ ഒരു റീഡയറക്ഷൻ മാത്രമാണ് ഈ ഭക്തി എന്നുള്ളത്. അത്ര വലിയ വിഷമമുള്ള കാര്യമല്ല. പക്ഷെ സാഹി മൃത്യോർ വിജയത്രി എന്നുള്ള ഭക്തിയാണ് അമ്മമാർ സ്വീകരിക്കേണ്ടതെന്നാണ് കപില മഹർഷിയുടെ അഭിപ്രായം. മൃത്യുവിനെ ജയിക്കാൻ സാധിക്കുന്ന നിർഗുണ ഭക്തിയെ, നിരുപാധിക ഭക്തിയെ സമ്പാദിച്ചാൽ അതുതന്നെയാണ് മാതൃത്വത്തിന് ഏറ്റവും നല്ലത് എന്നുള്ള അഭിപ്രായം കപില മഹർഷിക്കുണ്ട്. കാരണം സ്വാഭാവിക വാത്സല്യം തന്നെ കാരണം. ഈ വാത്സല്യത്തിനെ ജനകീയമാക്കാൻ ഒരമ്മയെ പോലെ ആർക്കും സാധിക്കില്ല. അപ്പം ക്രമത്തിൽ ഘട്ടങ്ങളായിട്ട് ഇവിടെ ഉപദേശിച്ചു. ഓരോ ഘട്ടത്തിലൂടെയും മനസ്സിനെ ഉയർത്താനുള്ള ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് ഉപദേശിച്ചത്. സത്സംഗമാണ് ഇതിൻ്റെ എല്ലാം കോർ, അടിസ്ഥാനം. സത്സംഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് യോഗമാർഗങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ആദ്യം വേണ്ടത് സത്തുക്കളുമായിട്ടുള്ള സംഘവും അവരുടെ മാഹാത്മ്യം മനസ്സിലാക്കലുമാണ്. അതിനുശേഷമേ നിങ്ങൾ ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും ആ മാർഗം ശുദ്ധീകരിക്കപ്പെടുള്ളൂ. കാരണം ആത്യന്തികമായി വേണ്ടത് വിനയം, ശ്രദ്ധ, ഭക്തി, ബഹുമാനം, സ്നേഹം. ഈ വക ഗുണഗണങ്ങളുണ്ടാവാൻ സത്സംഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പോൾ സത്സംഗത്തിലൂടെയുള്ള യാത്ര, ആ യാത്രയിലാണ് നമുക്ക് തീരുമാനമാവുന്നത് ഏത് മാർഗമാണ് എനിക്ക് യോജിച്ചത് എന്ന്. അപ്പോൾ സന്യാസി ആയതുകൊണ്ട് സന്യാസിമാർ ആളുകളോട് ചൂടാവുന്ന ആളോ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളോ ആകരുത്. അത് വിവേകാനന്ദ സ്വാമിജിയുടെ ഒരു കഥയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം മനുഷ്യത്വം എന്നുള്ളത് ഉപേക്ഷിക്കലല്ല സന്യാസിത്വം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സന്യാസി എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാം ന്യസിക്കുന്നവനാണെങ്കിൽ സ്വീകരിച്ചവനാവണമല്ലോ ന്യസിക്കാൻ. അപ്പോൾ ആ ന്യാസഭാവം മനസ്സിലാണെന്ന് നമുക്കെല്ലാവരും അറിയാം. കുറേ കാലമായിട്ട് കേൾക്കുന്ന ഡയലോഗാണല്ലോ സന്യാസം എന്നുള്ളത് മനസ്സിലാണ് വേണ്ടതെന്ന്. തീർച്ചയായിട്ടും മനസ്സിലാണ് വേണ്ടത്. അപ്പോൾ ഈ സന്യാസിത്വം എന്നുള്ളത് അമ്മമാർക്ക് എളുപ്പമാണെന്നർത്ഥം. ഡിറ്റാച്ച്മെൻറ്റ് ബൈ ദ മൈൻഡ് ഓർ വിത്ത് യുവർ മൈൻഡ്. ആ ഡിറ്റാച്ച്മെൻ്റാണ് ഭഗവാൻ ക്രമത്തിൽ സത്സംഗത്തിൻ്റെ മഹാത്മ്യം. സത്തുക്കൾ എന്നുള്ളവർ ആരാണെന്ന് ഭഗവാൻ അവിടെ സൂചിപ്പിച്ചത് നമ്മളവിടെ പറയുന്നുണ്ടായാണ്. അജാതശത്രവ ശാന്താഹ, ശത്രുക്കളില്ലാത്തവരാണ് അവർ. ഏത്? നിങ്ങൾക്ക് അങ്ങോട്ട് ശത്രുത ഉണ്ടാവുമ്പോഴേ ഒരു ശത്രുവിന് തിരിച്ച് ശത്രുത ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചുമര് നോക്കി ശത്രുത പ്രകടിപ്പിക്കാറില്ലല്ലോ. ഇനി ചുമരുമ ഇടിച്ച് ശത്രുത പ്രകടിപ്പിച്ചാൽ ഒരു തവണയല്ലേ ശത്രുത ഉണ്ടാവുള്ളൂ. അപ്പം ഒരാൾ എതിർക്കാനോ ഒരാൾ വാദിക്കാനോ ഒരാൾ തൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനോ ഉണ്ടാകുമ്പോഴാണല്ലോ ശത്രുത ഉണ്ടാവുന്നത്. അങ്ങനെ ഒരാൾക്ക് അവസരം കൊടുക്കില്ല. കാരണം അഹം ബ്രഹ്മ എന്ന ബോധത്തിൽ അതോറിറ്റി ഞാൻ തന്നെ എന്ന് ചിന്തിക്കുന്ന ആൾ തൻ്റെ സ്റ്റൈലിൽ വേറൊരാളുടെ സ്റ്റൈൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ബോധ്യമുള്ളവൻ. അത് അഹങ്കാരത്താലല്ല, സ്നേഹം കൊണ്ട് താൻ പോകുന്ന വഴി കറക്റ്റാണെന്ന് ബോധ്യമുള്ളവനായതുകൊണ്ട്. ഈ വഴിയിലൂടെയാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന ബോധ്യത്തിലൂടെ സഞ്ചരിക്കുന്ന സന്യാസി. അതാണ് സന്യാസി. അപ്പോൾ നമുക്ക് കാണാം, നമുക്കിപ്പോൾ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ സകലവിധ സൗകര്യങ്ങളോടും കൂടിയ ആശ്രമങ്ങളാണ്. AC മുറി, അല്ലെങ്കിൽ TV, അല്ലെങ്കിൽ വാട്ട് ഈസ് നോട്ട് എന്നുള്ള അവസ്ഥയാണ്. എന്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാം ഉണ്ട്. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം ഒന്നും ഡിഫറൻറ്റാണ്. അവിടുത്തെ അന്തരീക്ഷം ഏത് വലിയ പിക്നിക് മൂഡിൽ അവിടെ പോയാലും നിങ്ങൾക്ക് അവിടെ ചെന്നാൽ തോന്നുക ധ്യാനിക്കാനാണ്. കാരണം അതാണ് അന്തരീക്ഷം. അവിടുത്തെ അന്തരീക്ഷം അതാണ്. കാരണം അവിടെയുള്ള ആൾക്കാർ അങ്ങനെയാണ്. അപ്പം നല്ല വൃത്തിയും വെടുപ്പുള്ള എൻവയൺമെൻറ്റ് എന്നുള്ളത് സന്യാസിയുടെ നിർബന്ധമായിരിക്കണം. സന്യാസി അങ്ങനെ ജീവിച്ച ആളായിരിക്കണം. അപ്പോൾ സത്സംഗം എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം ഒരു യജ്ഞത്തിൽ പോയി പങ്കെടുക്കലോ കേവലം കുറേ സമൂഹത്തിലെ
ആധ്യാത്മിക ആചാര്യന്മാരുമായിട്ട് സംഗമിക്കലോ അല്ലെങ്കിൽ അവരുമായിട്ട് ചോദ്യ ഉത്തരങ്ങൾ ചെയ്യലോ മാത്രമല്ല. വിനോബ ഭാവ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ പക്ഷേ അങ്ങനെയൊന്നുമല്ല. അവർ പക്ഷേ പ്രകൃതി സ്നേഹികളാണ്. പ്രകൃതി ഭക്ഷണം എന്നുള്ളതും ഇന്നത്തെ നാച്ചുറോപ്പതി എന്ന് പറയുന്ന സിസ്റ്റം ഇതൊക്കെ അവലംബിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രകൃതിയിൽ തന്നെ മനുഷ്യന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് സന്യസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സത്സംഗം എന്നുള്ളത് അജാതശത്രവ ശാന്താഹ, ശത്രുക്കളില്ലാത്ത ആളുകളെ ആയിട്ടുള്ള സംഘം. നിങ്ങൾക്ക് എത്ര പേരെ കാണാൻ സാധിക്കും? ഏതെങ്കിലും ഒരു ലെനിനിസ്റ്റോ മാർക്സിസ്റ്റോ നെഹ്റുവിയനോ ഒക്കെ മതിയോ എന്നാണെങ്കിൽ, ശത്രുതയില്ലാത്ത ആളാണെങ്കിലും ഓക്കെ. അങ്ങനെയുള്ള ഒരു വിധത്തിലും ശത്രുത, എല്ലാവരിലും ശത്രുത സമ്പാദിക്കുക ചെയ്യണം. എന്നാൽ സനാതന സംസ്കൃതിയിലൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ശത്രുക്കളില്ല. കാരണം അവന് സ്ത്രീയും പുരുഷനും ഒന്നാണ്, പ്രകൃതിയും പുരുഷനും ഒന്നാണ്, അവനും അതിലുള്ള ആളാണെന്ന് ബോധ്യമുള്ളവനാണ്. അപ്പോൾ അവർ ശാന്തന്മാരായിരിക്കും. ഈ ശാന്തത ഇല്ലാത്തതിന് എന്താ കാരണം? ശാന്തത ഇല്ലാത്തതിന് കാരണം മറ്റൊരാൾ തന്നെ ഉപദ്രവിക്കുന്നു, അപമാനിക്കുന്നു, തിരസ്കരിക്കുന്നു, വകവയ്ക്കുന്നില്ല. ഈ വികാരങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ ശത്രുക്കൾ. ഈ വികാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറമേ നിന്നുള്ള ശത്രുക്കൾ ഉണ്ടാകും. അപ്പോൾ ആചാര്യന്മാർ ശത്രുക്കൾ എന്ന് പറഞ്ഞ് വേദങ്ങളിലൊക്കെ സ്തുതിയുണ്ട്, ശത്രുസംഹാര സ്തുതി. അതെന്താ? അത് മനസ്സിലെ ശത്രുക്കളെ ജയിക്കാനാണ്. അപ്പം അജാതശത്രുവാണെങ്കിൽ ആവണമെങ്കിൽ ഒരു ഭാവന കൂടിയേ തീരൂ. പ്രകൃതിയും പുരുഷനും ഒന്നായതുകൊണ്ട്, പ്രപഞ്ചവും ഈശ്വരനും ഒന്നായതുകൊണ്ട്, ഞാനിതാ പ്രപഞ്ചത്തെയും ഈശ്വരനെയും വേർതിരിച്ച് കാണുന്നില്ല. പ്രപഞ്ചത്തിൽ തന്നെ ഈശ്വരൻ എന്നും ആവാം. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടവനാണ് ഈശ്വരൻ, പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ലാത്തവനാണ് ഈശ്വരൻ, പക്ഷെ പ്രപഞ്ചത്തിലൂടെയാണ് ഈശ്വരനെ മനസ്സിലാക്കുന്നത് എന്നുള്ള ഭാവത്തിലും നിങ്ങൾക്ക് ഈശ്വരനെ കാണാം. അപ്പോൾ ഈ ഉപേക്ഷാഭാവം വരണത് മുഴുവൻ ഏത് രീതിയിലേക്കാവും? പ്രപഞ്ച സേവ എന്നുള്ള ഭാവത്തിലേക്ക് മാറും. അതാണ് വാസ്തവത്തിലുള്ള ശത്രുതയില്ലാത്ത അവസ്ഥ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണെങ്കിൽ, സ്വാമിജി ഒരിക്കൽ കാട്ടിലൂടെ പോകുന്ന സമയത്ത് സിംഹം നേരിട്ട് വന്നു. സിംഹം ഇപ്പോൾ ചാടും എന്ന് ബാക്ക് ലിഫ്റ്റൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് സ്വാമിജി പറഞ്ഞു, കമോൺ, നീ എന്നെ ആക്രമിച്ച് കീഴടക്കി തിന്നോളൂ, എനിക്ക് നിന്നെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് സ്വാമിജിയുടെ നോട്ടത്തിൽ സിംഹം തലതാഴ്ത്തി പോയി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കാണാം. അപ്പോൾ ഈ ഭാവം, മൃഗങ്ങളോട് സംസാരിക്കുന്ന ഭാവം എന്ന് നമ്മൾ പറയുന്നത് പ്രൊഫഷണലായിട്ടാണ്. അത് പക്ഷെ സ്നേഹം കൊണ്ട് സംസാരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ഭാരതത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഭരിക്കുന്ന അധികാരി യോഗിയാണ്, സന്യാസിയാണ്. അദ്ദേഹം പുലിയെയും കടുവയെയും പെരുമ്പാമ്പിനെയൊക്കെ ആയിട്ട് ഇടപഴകുന്ന ആളാണെന്നാണ് അവിടുത്തെ അവർ പറയണത്. ഒരേപോലെ കടുവക്കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയാൽ കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് സന്യാസിയാണ്. സന്യാസി ആയതുകൊണ്ടാണ്. ഒരു കുടുംബസ്ഥന് തായി കടുവ കടുവയെ പാൽ കൊടുക്കുന്ന സമയത്ത് അവൻ കയറി മാന്തിയാൽ എൻ്റെ വീട്ടുകാർക്ക് ആരാളുള്ളത് എന്നുള്ള ചിന്തയിലല്ലേ കുടുംബസ്ഥൻ ജീവിക്കുക. അപ്പം ജീവജാലങ്ങളെ മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണെന്നും പ്രപഞ്ചത്തിലുള്ള ജീവനുള്ള വസ്തുക്കളെല്ലാം ഈശ്വരഭാവങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവനാണ് അജാതശത്രു. സത്സംഗം എന്നുള്ളത് അത്തരം ആളുകളുമായിട്ടുള്ള സംഘമാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള, അത് ഒരുപക്ഷെ ഭഗവത് വിചാരം തന്നെ ചെയ്യാതെ ആയിരിക്കാം. മേ ബി ചിലപ്പോൾ സംസാരിക്കുന്ന വിഷയം നാടിൻ്റെ വിഷയമായിരിക്കും, സംസാരിക്കുന്ന വിഷയം രാഷ്ട്രത്തിൻ്റെ വികസനമായിരിക്കും. പക്ഷെ അതിലൊക്കെ അഹം ബ്രഹ്മാസ്മി എന്ന ഭാവം ഉള്ളവനെ ശാന്തൻ എന്ന് വിളിക്കാം. അത്തരം സത്സംഗങ്ങളാണ് വേണ്ടത്. രാഷ്ട്രത്തെ ഈശ്വരനായിട്ട് കാണാം, സംസ്ഥാനത്തെ ഈശ്വരനായിട്ട് കാണാം, തൻ്റെ ദേശത്തെ ഈശ്വരനായിട്ട് കാണാം, തൻ്റെ സമൂഹത്തെ ഈശ്വരനായിട്ട് കാണാം, തൻ്റെ കുടുംബത്തെ ഈശ്വരനായിട്ട് കണ്ടാലേ ഇതൊക്കെ ഇങ്ങനെ വികസിക്കുള്ളൂ എന്ന് മാത്രം. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ചാൻസ്. ബാക്കി എല്ലാവരും ഓരോ കുടുംബത്തിലെ അംഗമാണെന്ന് ലോകത്തിലെ ഓരോ ജീവജാലങ്ങളെയും മനസ്സിലാക്കുമ്പോൾ ആ കുടുംബസ്ഥൻ ഏറ്റവും നല്ല സജ്ജനമായിട്ട് മാറി.
അവന് പിന്നെ എന്തും ചെയ്യാം. അപ്പോൾ അജാത ശത്രുക്കളായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാരെ സത്സംഗത്തിലൂടെ പരിചയപ്പെട്ട അവരുടെ പ്രസംഗം വരുമ്പോൾ, പ്രകർഷേണ സംഘമാണ് പറഞ്ഞിരിക്കുന്നത്, അവരുമായിട്ടുള്ള ഇടപഴകലാണ് പ്രസംഗം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഭാവം വരുമ്പോൾ ഇതാ ഭയമില്ലാതെയായി തീരും. ഭയം തീവ്രം നിവർത്തതേ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. തീവ്രമായ ഭയം ഇല്ലാതെയാവുന്നു. കാരണം പ്രാകൃതികമായ എല്ലാം പിന്നീട് ഈശ്വരൻ തന്നെ. അപ്പോൾ ഈശ്വരൻ എൻ്റെ ഉള്ളിലുള്ള ആളാണെങ്കിൽ പിന്നെ എന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന ഭാവത്തിലേക്ക് ഉയരും സത്സംഗത്തിൻ്റെ മാഹാത്മ്യം അത് തന്നെ. പിന്നെ പ്രതിപാദിച്ച സാഖ്യയോഗം 24+ ജീവൻ എന്ന 25 ഘടകങ്ങളോട് കൂടിയ 5 തന്മാത്രകൾ, 5 ഭൂതങ്ങൾ, 5 കർമ്മ, 5 ജ്ഞാന ഇന്ദ്രിയങ്ങൾ, 20 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന 4, 24 പ്ലസ് ഇതാ ഈശ്വരനും കൂടുമ്പോൾ പ്രപഞ്ചം ആയി തീരുമെന്നും, ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നവനാണ് ഈശ്വരൻ എന്നും, ആ ഈശ്വരൻ ഇല്ലെങ്കിൽ ഈ പഞ്ചീകരണങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്നും പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ചറിയുന്ന സാഖ്യയോഗം ഉപദേശിക്കലുണ്ടായി. പിന്നീട് ജ്ഞാനേന ദൃഷ്ടതത്വേന എന്ന് ഭഗവാൻ പ്രകൃതേഹ പുരുഷസ്യച, പ്രകൃതി പുരുഷ വിവേചനം ജ്ഞാനത്തിലൂടെ ഈ ബിംബത്തിന് വ്യത്യാസം വരുന്നില്ല എന്നും, പ്രതിബിംബത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചാലും ബിംബം അചഞ്ചലമായി നിൽക്കുന്നവനായിരിക്കും എന്ന് ബിംബപ്രതിബിംബ വിവേചനത്തിലൂടെയാണ് ജ്ഞാനയോഗത്തെ അമ്മയ്ക്ക് ഭഗവാൻ ഉപദേശിച്ചത്. മദ്ഭക്ത പ്രതിബുദ്ധാത്മാ എന്നവിടെ പറയുന്നുണ്ട്. അവിടെയും ഭക്തി പ്രാധാന്യം പറയും. ഭക്തിയോഗത്തിലൂടെ ഈ പ്രകൃതി പുരുഷ വിവേചനം അനായാസേന സാധിക്കും സാധാരണക്കാർക്ക്. ഒരു സയൻസും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സാധനാനുഷ്ഠാനം പറഞ്ഞത് 8 സ്റ്റെപ്പുകൾ. അതിലൂടെയുള്ള സമാധി അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതാ പരിസരവും താനും വേറെയില്ല എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹവും എത്തിച്ചേരും. പിന്നീട് ഏതാണ് എനിക്ക് പറ്റിയ ഭക്തി എന്ന് ചോദിക്കുന്നു ദേവഹൂതി ദേവി. അപ്പോൾ പറയും സാത്വിക, രാജസ, താമസ ഭക്തികൾ. അതിൽ നല്ലത് സാത്വിക ഭക്തിയാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു ഭക്തിയുണ്ട്. സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ പ്രയോഗത്തിൽ സുരസരിത്തായ ഗംഗാദേവിയുടെ പ്രസിദ്ധമായിട്ടുള്ള ആ കുതിച്ചു ചാട്ടം ആ രീതിയിൽ ചിത്തം ഭഗവത് സ്മരണ മമ ഗുണഗണ ലീലാകർണനൈഹി, അത്തരത്തിലുള്ള ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ടുള്ള കേൾക്കലിലൂടെയും പറച്ചിലൂടെയും ഗംഗാദേവി നാഥൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള കുതിച്ചു ചാട്ടം പോലെ മനസ്സ് കുതിച്ചു ചാടുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അത് നിർഗുണ ഭക്തിയാണ്. അതാണ് അഹൈതുക്യവ്യവഹിത സാഹി മൃത്യോർ വിജയത്രി എന്ന് ഭട്ടതിരിപ്പാട് അവിടെ സൂചിപ്പിച്ചത്. പിന്നെ ഗൃഹസ്ഥന് സംഭവിക്കുന്ന അമളികൾ, അബദ്ധം. ഈ വിവാഹം ചെയ്യുക എന്നുള്ളത് ശാസ്ത്രീയമാണ്. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ഭൗതിക ലാഭത്തിനല്ല, ആത്മാവിൻ്റെ ലാഭത്തിനാണ്. അതാണ് നമ്മളുടെ ധർമ്മത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ആത്മലാഭത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതത്തിനിടയിൽ സ്ത്രീജിതോബാലലാളി, ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയും ജീവിച്ചു തീർക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് ഭട്ടതിരിപ്പാട് ഉപദേശിക്കുന്നുണ്ട്. ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നുണ്ട്. ഗോജരം കീനാശ ഇവ ഗോജരം, കഴുതയെ പോലെ കാളയെ പോലെ ലോഡ് വലിച്ച് അവസാനം വയ്യാതെയായി ക്ഷയിച്ച് ഇല്ലാതെയായി തീരും, അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതും ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നു. അതെങ്ങനെയാണ്? അത് ജനനിയുടെ ഓരോരുത്തരുടെ ഓരോ യുവതി ജഠര ഖിന്ന എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഒരു സ്ത്രീയുടെ ജഠരത്തിൽ, ഉദരത്തിൽ, ഗർഭാശയത്തിൽ ഖിന്നനായി, ഖിന്നെന്ന് വെച്ചാൽ ദുഃഖിതനായി എന്നാണ് അർത്ഥം. അങ്ങനെ ദുഃഖിതനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുറത്തേക്ക് വരും. പിന്നീടുണ്ടാകുന്ന സംഭവവിശേഷങ്ങളെ കൊണ്ട് അവൻ തെക്കോട്ടോ വടക്കോട്ടോ പോകുന്നതെന്ന് തീരുമാനിക്കപ്പെടും എന്നൊക്കെ ഭട്ടതിരിപ്പാട് ഇവിടെ സൂചിപ്പിക്കും. തെക്കോട്ടാണെങ്കിൽ അത് തിരിച്ചുവരവിന് കാരണമായി തീരും, മോക്ഷമില്ലാത്ത പാതയാവും. വടക്കോട്ടാണെങ്കിൽ ആ തെക്കോട്ട് പോകുന്നത് നല്ല രാത്രി, നല്ല മഞ്ഞും ഒക്കെയുള്ള സമയത്ത് കറുത്ത പക്ഷത്തിലാണ് തെക്കോട്ട് പോണത്. അത് ചന്ദ്രലോകത്തിൽ പോയി പുണ്യമൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. വടക്കോട്ട് പോകുന്നത് പകൽ സമയത്ത് നല്ല സൂര്യപ്രകാശത്തിൽ ഊർജാവാനായി നേരെ വെളുത്ത പക്ഷത്തിൽ ധ്രുവലോകത്തിലേക്ക് ചെല്ലും. അവന് പിന്നെ തിരിച്ചു വരവില്ല. അപ്പോൾ അങ്ങനെയുള്ള മുക്തികളെക്കുറിച്ചും
ഭട്ടതിരിപ്പാട് കപില മഹർഷിയുടെ വാക്കുകളിൽ സമർപ്പിച്ചു. അതിനുശേഷമാണ് ഇതി സുവിദിത വേദ്യാം. അതിനുശേഷം കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയും വൈദിക ധർമ്മം അകാമമായും സകാമമായും അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോഴാണല്ലോ വടക്കോട്ട് തെക്കോട്ടുള്ള യാത്രയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വേണ്ടത് വേദ്യാം സുവിദിതം, വേണ്ടതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയ ദേവഹൂതിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ വടക്ക് കിഴക്ക് ദിക്കിലേക്ക് യാത്രയായി എന്ന് സൂചിപ്പിക്കുകയാണ്. ദശകം സമർപ്പിക്കുമ്പോൾ പരമ എന്ന് വിളിക്കുകയാണ്. പരമ എന്ന് വെച്ചാൽ പരമേശ്വര എന്നുള്ള അർത്ഥം. ഏറ്റവും പരമനായവനെ കിമു ബഹൂക്ത്യ ത്വൽപദാംഭോജഭക്തിം. ഇവിടെയും പ്രാർത്ഥിക്കുന്നത് ഭക്തിക്ക് വേണ്ടിയിട്ടാണ്. ത്വൽപദാംഭോജഭക്തിം കിമു ബഹൂക്ത്യ, വളരെ പറയേണ്ട ആവശ്യം എന്താ ഇനി ഇതിൻ്റെ വാക്കുകളെ കൊണ്ടുള്ള പ്രയോഗത്തിൽ എന്താ അർത്ഥമുള്ളതെന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ത്വൽപദാംഭോജഭക്തിം, അധികം പറഞ്ഞിട്ട് എന്തിനാ എന്ന് പറയാറില്ലേ, അതാണ് കിമു ബഹൂക്തിയ, എന്തിനധികം പറയണം എന്നുള്ളതാണ്. ത്വൽപദാംഭോജഭക്തിം, അവിടുത്തെ ഭക്തിയെ, അവിടുത്തെ പാദത്തിലുള്ള ഭക്തിയെ സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം, അത് സാഹി മൃത്യോർ വിജേത്രി എന്നുള്ള ആ ഒരൊറ്റ പദത്തിൻ്റെ അനുസരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് സകല ഭയവിനേത്രീം. അത് ആദ്യം ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ഒരു ഭയവുമില്ലാത്ത അവസ്ഥയിലേക്ക് മദ്ഭയാൽ ഭയം തീവ്രം നിവർത്തതയെന്ന് ആദ്യം പറഞ്ഞതിന്, ഉപദേശത്തിൻ്റെ തുടക്കത്തിൽ തീവ്രമായ ഭയത്തെ ഈ ഭക്തി ഇല്ലാതെയാക്കും. സകല ഭയവിനേത്രീം. പിന്നെ അവസാനം പറഞ്ഞത് എന്താ, സർവകാമോപനേത്രീം, എല്ലാ ആഗ്രഹങ്ങളെയും നയിക്കുന്നവൾ, അടുത്തേക്ക് നയിക്കുന്നവൾ, ആ ആഗ്രഹങ്ങളുടെ സാഫല്യം അർത്ഥം. ഭയങ്ങളെയും മാറ്റി സർവകാമോപനേത്രീം എന്ന് വെച്ചാൽ എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്ന ഭക്തി. ഒന്നിൻ്റെ വിപരീതമാണ് മറ്റേത്. എന്നുവെച്ചാൽ അഭീഷ്ടങ്ങൾ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭയം കൂടും. നമ്മൾ ആഗ്രഹിച്ചത് നടന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹിച്ചത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഒപ്പം വരും പിന്നാലെ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം എന്ന് വെച്ചാൽ ഈ ഭക്തി സാഹി മൃത്യോർ വിജേത്രി എന്ന് പറയുന്ന നിരുപാധിക ഭക്തി വന്നു കഴിഞ്ഞാൽ, ആ ഭക്തിയാൽ ഭഗവാന് സമർപ്പിക്കപ്പെട്ടവനായി തീർന്നാൽ, ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നവനായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ വാരിക്കോരി തരും. പിന്നെ അതിൽ ശ്രദ്ധയില്ല. ഇനി ഞാൻ ഭഗവാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ എന്നുള്ള ഭാവത്തിലാണ് ഈ വ്യക്തി നിരുപാധികമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ശ്രദ്ധയുള്ളവനാണത്. ആ അവസ്ഥയിൽ അവൻ മരണത്തെ ജയിക്കാം, മരണഭയത്തെയും അവൻ ജയിച്ചു കഴിഞ്ഞു. അതാണ് സകല ഭയ വിനേത്രിയും, സകല ഭയവും ഇല്ലാതെയാക്കുന്നവളും സർവകാമോപനേത്രിയും, എല്ലാ ആഗ്രഹങ്ങൾ നൽകുന്നവളും. അപ്പോൾ അവിടെ ഈ ആഗ്രഹം നൽകുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ആഗ്രഹം നൽകുന്നതിനൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധിയിലെത്തിയ ഭക്തി. ചില ഘട്ടങ്ങളിൽ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അപ്പം പിന്നാലെ വരും ഒരു ഭയം. ഇത് ഭയമില്ല എന്ന് ഉറപ്പായിട്ടാണ് ആഗ്രഹങ്ങൾ ഭഗവാൻ നമുക്ക് നടത്തി തരണത്. വെള്ളപ്പൊക്കമായാലും ഭൂകമ്പമായാലും എന്നൊക്കെ അവിടെ പറയും സാഹി മൃത്യോർ വിജയത്രി. ഇനി മറ്റു തരത്തിലുള്ള ആഗ്രഹങ്ങൾ, ഈ വെള്ളപ്പൊക്കം ഭൂകമ്പം ഒരു തരത്തിൽ നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ. ആ വക ഭാവങ്ങളും ജയിക്കാറാകുന്ന മനസ്സിൽ മാത്രമേ ഭഗവാൻ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തരുള്ളൂ. സുദാമാവിൻ്റെ കഥ നമുക്കിതിനൊരു ഉദാഹരണമാണ്. സുദാമാവ് എല്ലാ ആഗ്രഹങ്ങളെയും ജയിച്ചിട്ടാണ് അദ്ദേഹത്തിന് എല്ലാം വാരിക്കോരി കൊടുത്തത് ഭഗവാൻ. അത് പ്രസാദഭാവത്തിൽ സ്വീകരിച്ചു അദ്ദേഹം. അതാണ് സകല ഭയ വിനേത്രിയും സർവകാമോ. ഭക്തിക്ക് ഈ വക ഗുണങ്ങളൊക്കെ ഉണ്ട്. 500 കോടി രൂപയാണ് ഒരു മഹൽ വ്യക്തി ചോറ്റാനിക്കര അമ്മയ്ക്ക് ആ അമ്മയുടെ പരിസരം ഒന്ന് മോഡിഫൈ ചെയ്യാൻ, പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം കൊടുത്തത് അമ്മയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം, അത് അമ്മയ്ക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ നിർഭയത്വം. സാധാരണ കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമെന്നുള്ള ഭയമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കിട്ടിയതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ കിട്ടിയതിൻ്റെ പകുതിയെങ്കിലും ആയിരിക്കും അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആ ഭയമില്ല. സകല ഭയവിനേത്രിയായി. കാരണം ആ അവസ്ഥയിലെത്തി.
ഒരു വ്യക്തി ആ അവസ്ഥയിലെത്തുമ്പോൾ ഭഗവാൻ ആ വ്യക്തിയുടെ സകല അഭീഷ്ടങ്ങളെയും, അഭീഷ്ടങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ലാത്തവനായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ആ അഭീഷ്ടങ്ങൾ നടത്തി കൊടുക്കുള്ളൂ. സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ. ഇതൊക്കെ വദസി ദൃഢം ഖലു ത്വം, ഖലു ദൃഢം ത്വം. അങ്ങ് വളരെ ശക്തിയായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഭഗവാനെ? വദസി ഖലു ദൃഢം ത്വം, ദൃഢമായി അവിടുന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ? എന്നെ ആശ്രയിച്ചോളൂ, എന്നെ ആശ്രയിക്കുന്നവർക്ക് ഭയമുണ്ടാകില്ല, ആ ഭയമില്ലാത്ത അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം വാരിക്കോരി തരും, അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഭയവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ ദൃഢമായി, അത്ര ഉറപ്പ് കൊടുത്തില്ലേ? മമ ഗുണഗണ ലീലാകർണനാദ്യൈ കീർത്തനാദ്യൈ എന്നല്ലേ പറഞ്ഞത്? എൻ്റെ ഗുണഗണങ്ങളെ പാടുന്ന, ലീലകളെ പാടുന്ന, കേൾക്കുന്ന ആൾക്ക് എന്ത് ഭയത്തിന് എവിടെയാ സമയം, എവിടെയാ സ്ഥലം മനസ്സിൽ? ആ ഭയത്തിന് ഇരിക്കാനുള്ള സ്ഥലം എവിടെയാ? വദസി ഖലു ദൃഢം ത്വം, വളരെ ദൃഢമായി അങ്ങത് പറയുന്നുവല്ലോ ഗുരുവായൂരപ്പ. തദ്വിധൂയാമയ, തൽ എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ പറ, തേന എന്നുള്ള അർത്ഥത്തിലാണ് തൽ എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് എന്ന് പറയാറില്ലേ? സോ അതുകൊണ്ട് വിധൂയാമയാന്മേ, എൻ്റെ കംപ്ലൈൻറ്റ് അത്രയേ ഉള്ളൂ. ഇവിടെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നു, ആമയം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭയം. ഭട്ടതിരിപ്പാടിൻ്റെ ഏതൊരാളുടെയും ആമയം എന്ന് വെച്ചാൽ രോഗം. ഇപ്പോൾ സകല ഭയ വിനേത്രിയാണല്ലോ ഭക്തി, അത് പറഞ്ഞു കഴിഞ്ഞുല്ലോ. അപ്പം എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്ന, ആമയങ്ങൾ മുഴുവൻ ഒഴിക്കുന്ന ആ ഭക്തിയെ തരാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തദ്വിധൂയാമയാന്മേ, എൻ്റെ മേ ആമയാൻ വിധൂയ, ആമയങ്ങളെല്ലാം ഒഴിച്ചു തരണേ, ഒഴിപ്പിച്ച് തരണേ, ഉച്ചാടനം ചെയ്യണേ. ഗുരുഭവനപുരേശ ത്വയി ഉപാധൽസ്വ ഭക്തിം. അതുകൊണ്ട് ഉപാധൽസ്വ, അവിടുത്തെയുള്ള ഭക്തി എനിക്ക് ഉറപ്പിച്ച് തരണേന്ന്, ഉണ്ടാക്കി തരണേ. ഉപാധൽസ്വ എന്ന് വെച്ചാൽ ഉണ്ടാക്കി തരണേ, ഒരു ഉപാധിയാക്കി തീർക്കാൻ പറ്റണേന്ന്. അവിടുത്തെ ഭക്തി എന്നുള്ള ഉപാധിയിലേക്ക് എന്നെ എത്തിക്കണേ. എന്താ അവിടുത്തെ ഭക്തിയുടെ പ്രത്യേകത എന്ന് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞു. അപ്പം അത്തരത്തിലുള്ള ഭക്തി, ആമയങ്ങളാകുന്ന ഈ ഭയം, ഭയം എന്ന് വെച്ചാൽ ഭയം തന്നെ ആമയമാണ്. പേടി എന്നതൊരു രോഗമാണ്, രോഗമെന്ന പേടിയുമുണ്ട്. ഇത് രണ്ടുമുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പം ഏത് പേടിയിലാണ് ഇരിക്കണത്? ഇപ്പം രോഗമെന്ന പേടിയിലാണ് ഇരിക്കണത്. ഇനി ഈ രോഗമെന്ന പേടിയെ തന്നെയാണ് പേടിയെന്ന രോഗത്താൽ നമ്മൾ പേടിക്കുന്നത്. ഈ രോഗം വരുമോ, വന്നു കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടുമോ, മരുന്നില്ലാത്തതല്ലേ തേവരെ എന്നുള്ള ഭയത്തിൽ ഭയന്ന് കൊറോണയ്ക്ക് മനസ്സിലാവും ഇവൻ വളരെ വീക്കാണ്, അത് കയറി പിടിക്കാമെന്ന്. അവൻ ക്യാപ്ചർ ചെയ്യും, അവസാനം ബന്ധുക്കൾക്ക് പോലും കാണാൻ പറ്റാതെ ഈ ശരീരം ഇല്ലാണ്ടാവും. അപ്പം പേടി എന്നുള്ള രോഗവും രോഗമെന്ന പേടിയും. അപ്പോൾ ഈ രോഗമെന്ന പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ പേടി എന്ന രോഗം വർദ്ധിക്കും. ഈ രോഗത്താൽ താൻ ഇല്ലാതെയാകുമോ എന്ന ഭയം. തദ്വിധൂയാമയാന്മേ, എൻ്റെ അത്തരത്തിലുള്ള ആമയങ്ങൾ, രോഗങ്ങൾ വിധൂയ, ഒഴിപ്പിച്ച് തരണേ, ഉച്ചാടനം ചെയ്തു തരണേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് കപില മഹർഷിയുടെ ഉപദേശം ദേവഹൂതിക്ക് മുമ്പിൽ. കാരണം മനസ്സിനെ നമ്മളെ ആചാര്യന്മാർ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ശരീരത്തിനെയല്ല ചികിത്സിക്കണം, അവർ ചികിത്സിക്കുന്നത് മനസ്സിനെയാണ്. കാരണം മനസ്സാണ് മനകർമ്മ സങ്കല്പ വികല്പ വൃത്തികൾ എന്ന് പറയുന്നുണ്ട്. മനസ്സുകൊണ്ടാണ് കർമ്മസങ്കല്പ വികല്പ വൃത്തികളൊക്കെ ഉണ്ടാവുന്നത്. മനക്കല്പമായിട്ടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. മനശ്ച സങ്കല്പ വികല്പ വൃത്തികൾ, മനസ്സ് അത്തരത്തിലുള്ള സ്വഭാവമുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ മനസ്സിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ കർമ്മസങ്കല്പ വികല്പങ്ങളൊക്കെ നിയന്ത്രിക്കാനും ഭേദപ്പെടുത്താനും സാധിക്കും. അപ്പം രോഗം ബാധിക്കുന്നു എന്നുള്ളത് തന്നെ മനസ്സിൻ്റെ പ്രത്യേകതയല്ലേ.
മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ ജയിച്ചവൻ എവിടെയാണ് രോഗബാധ ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നമാവുന്നത്. ഇപ്പം കപില മഹർഷി ആത്യന്തികമായിട്ട് അമ്മയ്ക്ക് ഉപദേശിച്ചത് ഭൗതികതയെ മനസ്സിലാക്കി ഭൗതികത ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി ബോധ്യം വന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി ആ മനസ്സിനെ നിയന്ത്രിക്കുക. ആ മനസ്സിനെ പ്രപഞ്ചത്തിൻ്റെ വിപരീതമായ, പ്രപഞ്ചത്തിൻ്റെ കാരകനായ ഈശ്വരൻ എന്ന പുരുഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഈശ്വരൻ എന്ന പുരുഷനിലേക്ക് ലക്ഷ്യമാക്കി ചിന്തിപ്പിക്കുക. അപ്പോൾ അവിടെ സാഹി മൃത്യോർ വിജേത്രി. അതിന് ഈ വഴികളൊക്കെ ഭഗവാൻ ഉപദേശിച്ചുവെങ്കിലും ഇവിടെ ഭട്ടതിരിപ്പാട് വളരെ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ത്വയ് ഉപാധൽസ്വ ഭക്തി എന്നാണ്. ഇത്രയധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്നു, ഈ വഴിയൊന്നും എല്ലാവർക്കും സാമാന്യമായിട്ടുള്ളതല്ല. അസാമാന്യമായ അത്തരം വഴികളെ എനിക്ക് നൽകാതെ, അല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കാതെ സാമാന്യമായ ഭക്തി, സകലഭയ വിനേത്രിയും സർവകാമോപനേത്രിയും ആയ ആ ഭക്തി സാമാന്യനാണ് ഞാൻ. അസാമാന്യമായിട്ടുള്ള ഒരു സ്കിൽ, ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആളല്ല, ഒരു പ്രതിഭയുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ട ഈ ഭക്തി എന്ന ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ. ആ വികാരം തന്ന് എൻ്റെ സകല ആമയങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതെയാക്കണേ എന്നാണ് ദശകം 15 സമർപ്പണ ആശയം, ശ്ലോകം. പരമകിമുപഭൂക്ത്യാത്വൽപദാംഭോജഭക്തിം. ഞാൻ അധികമൊന്നും പറയുന്നില്ല. അവിടുത്തെ പാദത്തിലുള്ള ഭക്തി അതെങ്ങനത്തെ ഭക്തി? സകല ഭയവിനേത്രിയും സർവകാമോപനേത്രിയും. എല്ലാ കാമങ്ങളെയും നടത്തി തരുന്ന എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഭക്തി. വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ. അവിടുന്ന് തന്നെ അത് വളരെ ദൃഢമായി ഉറപ്പിച്ച് പറഞ്ഞില്ലേ. അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റാൻ തക്കവണ്ണമുള്ള ഭക്തി. ഗുരുഭവനപുരേശത്വയുപാധൽ സ്വഭക്തിം. ഗുരുവായൂരപ്പ, അവിടുത്തെ പാദത്തിലുള്ള ഭക്തിയെ എനിക്ക് ഉപാധിയായിട്ടുള്ള ഭക്തിയാക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് സമർപ്പിക്കുന്നത്. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.